ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഈ ഒരു എനർജി കാണുന്നത്. പിന്നെ ചില രീതിയിലോട്ടൊക്കെ പോകുമ്പോഴും നിങ്ങളും ഒരു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ഷമ വേണമെന്നാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലോട്ട് പോകത്തുള്ളൂ. കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ സീരിയസും മെച്ചുറും ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും, അതായത് ഒരാൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ നിങ്ങളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും പോകാനും അയാളുടെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ അയാൾ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വഴക്കിൻ്റെയും കാര്യത്തിൻ്റെ ആവശ്യമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പോകുക തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്നും ലൈഫ് ലോങ് നിങ്ങൾ അയാളുടെ കൂടെ വേണമെന്നും ഒക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും നല്ല രീതിയിൽ നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ ഒരു വ്യക്തിയും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നപ്പോൾ നേരെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊന്നും അല്ല. നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളില്ലാത്തൊരു ലൈഫിനെ പറ്റി അയാൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. ബിക്കോസ് അയാൾക്ക് എപ്പോഴും നിങ്ങളയാളുടെ കൂടെ വേണം. അപ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ കൂടെ വേണം എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലും ഉള്ളത്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു മദർലി നേച്ചറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹത്തോടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോബ്ലംസും അയാൾ സോൾവ് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, അതായത് ഒരു മദർലി കെയറും അതുപോലെ തന്നെ ഒരു ഫാദർലി കെയറും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന പോലെ ഒരു ഹോം എന്നൊരു ഫീൽ കിട്ടും. ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു സമാധാനം, ഒരു ആശ്വാസവും ഒക്കെ തോന്നും. അതുപോലെ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓരോ ടൈമും നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾ വീണ്ടും സംസാരിക്കുമ്പോഴും ആ ചെറിയ പിണക്കങ്ങളൊക്കെ മാറി നിങ്ങൾ വീണ്ടും സംസാരിക്കുമ്പോഴും ഈ റിലേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് തോന്നാം.